നമസ്കാരം. നമുക്ക് ഡിയോണസ് ബൂസ്റ്റർ പൂൾ പ്ലാൻ എന്താ നോക്കാം. ഡിയോണസ് കോയിൻ ഇന്ന് പാൻകേക്ക് സ്വാപ്പിലാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. പാൻകേക്ക് സ്വാപ്പ് എന്ന് പറയുന്നത് ട്രസ്റ്റ് വാലറ്റിൻ്റെ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ്. അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡിയോണസ് കോയിൻ നമുക്ക് അതിൻ്റെ ഒരു പ്രൈസ് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബൂസ്റ്റർ പൂൾ പ്ലാന് നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അറിയാം എന്താണ് ട്രസ്റ്റ് വാലറ്റിൻ്റെ ഡീസെൻട്രലൈസ്ഡ് ആപ്പിൽ നമ്മളൊരു സിസ്റ്റം പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഡീസെൻട്രലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്റ്റ്. അപ്പോൾ ഇതൊരു 100% സേഫായിട്ടുള്ള സെക്യൂർഡായിട്ടുള്ള ഒരു ബിസിനസ് പ്രോഗ്രാമാണ് നമുക്ക് ഇന്ന് ഡിയോണസ്കോയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ബൂസ്റ്റർ പൂൾ പ്ലാൻ എന്താണെന്ന് നോക്കാം. നമുക്കിതിനകത്ത് മിനിമം ഒരു ഡൊണേഷൻ എന്ന് പറയുന്നത് ഇതൊരു ഹെൽപ്പിംഗ് പ്ലാൻ പോലെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മൾ ഇന്നിപ്പോൾ ഒരു $10 വാല്യൂ എന്ന് പറയുന്നത് 25,000 കോയിനാണ്. അപ്പോൾ $10 ഏറ്റവും മിനിമം നമുക്ക് ഡിയോണസ്കോയിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ $10 ഡിയോ കോയിന് പാൻകേക്ക് സ്വാപ്പിൽ പോയി സ്വാപ്പ് ചെയ്തിട്ട് ട്രസ്റ്റ് വാലറ്റിൽ കൊണ്ടുവന്ന് വെച്ച് നമ്മളതിൻ്റെ ഡിസ്കവറിൽ പോയിട്ട് അതിൻ്റെ ഒരു റെഫറൽ ID കിട്ടും. ആ റെഫറൽ ID വെച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നമുക്കിവിടെ ആക്ച്വലി ഈ ഒരു പ്ലാൻ പ്രകാരം നമുക്ക് 3 പൂളുകളാണുള്ളത്. ഒന്ന് ബേണിംഗ് പൂള്, രണ്ടാമത് ഗ്ലോബൽ റിവാർഡ് പൂള്, മൂന്നാമത് അഫിലിയേറ്റ് റിവാർഡ് പൂള്. അപ്പോൾ നമുക്കിതിൽ നോക്കാം. ആദ്യം ഇപ്പോൾ നമ്മളൊരു $10 തുല്യമായിട്ടുള്ള ഡിയോ കോയിന് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സംഭവിക്കുന്നത് വെച്ചാൽ അതിൻ്റെ 50%, അതായത് $5 തുല്യമായ ഡിയോ കോയിന് അഫിലിയേറ്റ് പൂളിലേക്കും അതേപോലെ $2.8 തുല്യമായ കോയിൻ, അതായത് 28% ഗ്ലോബൽ റിവാർഡ് പൂളിലേക്കും 20% അഥവാ $2 ബേണിംഗ് പൂളിലേക്കും 0.2% അഡ്മിൻ റിവാർഡ്സിലേക്കുമാണ് പോകുന്നത്. അഡ്മിൻ ചാർജസിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. $10 ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ $5 നേരെ അഫിലിയേറ്റ് പൂൾ പോകുന്നു. അഫിലിയേറ്റ് പൂള് 21 ലെവലാണ്. 21 ലെവലിലേക്ക് ആ കോയിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ലെവലിൽ 25%, അതായത് ഇപ്പോൾ ഒരാൾ $10 ഇടുമ്പോൾ നിങ്ങൾ റെഫർ ചെയ്ത വ്യക്തിക്ക് $2.5 തുല്യമായ കോയിൻ പോകുന്നു. അവർ തൊട്ട് മുകളിലേക്ക് 20 ലെവലിലേക്ക് ബാക്കി $2.5 കോയിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതേപോലെ $2.8 കോയിന് നമുക്ക് ഗ്ലോബൽ റിവാർഡ് പൂള്, അതായത് സിംഗിൾ ലൈൻ പ്ലാനാണ്. കമ്പനിക്ക് ഒറ്റ ലെവലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് ഒരു എൻട്രി പോകുന്നു. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തതിന് തൊട്ട് മുമ്പ് ആരാണ് ജോയിൻ ചെയ്തത് അവർ തൊട്ട് മുകളിലേക്ക് നമ്മൾ $2.8 കോയിൻ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അടുത്ത മിനിറ്റിൽ അല്ലെങ്കിൽ സെക്കൻഡിൽ ആരാണോ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത് അവർ നമ്മുടെ താഴെ വരികയും അവരുടെ ആ 2.8% ഒരു പോർഷൻ നമുക്ക് മുകളിലുള്ള ആളുകൾക്കും കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെ ഇത് നമുക്ക് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കും. അത്തരത്തിൽ നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, $10 നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് $20 2x ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ പൂള് ബെർത്ത് എന്നാണ് പറയുക, ആ ബെർത്ത് എക്സ്പയർ ആവുകയും നമുക്ക് ഒരു പുതിയ ബെർത്ത് റീജനറേറ്റ് ചെയ്യുകയും ചെയ്യും. പുതിയ ബെർത്ത് റീജനറേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഏറ്റവും താഴെ വന്നിട്ടാണ് അത് വീഴുക. അവിടെ വെച്ചിട്ട് വീണ്ടും നമ്മുടെ റെഫർ ചെയ്ത ആൾക്ക് $2.5 കൊടുക്കും. അവർക്ക് മുകളിലുള്ള 20 പേർക്ക് $2.5 വീതിച്ചു കൊടുക്കും. 20% അഥവാ $2 കോയിൻ ബേണിംഗ് പൂളിലേക്ക് പോകും, 2% അഡ്മിനിലേക്ക് പോകും. ഇങ്ങനെ ഈ എന്താണോ ഒരു വ്യക്തി ഫസ്റ്റ് ഈ ബർത്ത് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ അതേ റിപ്പീറ്റേഷൻ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. ഇതാണ് റീബർത്ത് ആകുമ്പോഴും അതേ ഡിസ്ട്രിബ്യൂഷൻ ലഭിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലാൻ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡിയോണക്സിൻ്റെ പ്രൈസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബൂസ്റ്റർ പൂൾ പ്ലാൻ വരുന്നത്. അതോടൊപ്പം നമ്മളെ ബേണിങ് ഓരോ ബെർത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോഴും 20% ബേണിങ്ങിലേക്കാണ് പോകുന്നത്. അങ്ങനെ ബേൺ ചെയ്തിട്ട് ഡിയോണക്സിന് നിലവിൽ 100 കോടി കോയിനാണ് ഡിയോണക്സിൻ്റെ മാക്സിമം സപ്ലൈ. അതിപ്പോൾ 2.5 കോടി ബേൺ ചെയ്തിട്ട് 97.5 കോടിയായിട്ട്
ഡിയോണക്സിൻ്റെ മാക്സിമം സപ്ലൈ കുറഞ്ഞിട്ടുണ്ട്. ഇത് ഈ ബേണിങ് ചെയ്യുന്നത് ബിനാൻസിൻ്റെ ഒരു ബേണിങ് വാലറ്റിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് പബ്ലിക്കലി വെരിഫൈഡ് ആണ്. നമുക്ക് BSC സ്കാനിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ കോയിൻ ബേൺ ആകുന്നതും മാക്സിമം സപ്ലൈ കുറയുന്നതും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഡിയോണസിൻ്റെ ചരിത്രം അറിയുന്ന ആളുകൾക്കറിയാം. ഡിയോണസ് കോയിൻ 2019 ലിസ്റ്റ് ചെയ്തത്. 2019 ലാസ്റ്റ് പ്രോഗ്രാം വരികയും 2020 മാർച്ച് 5 ഫസ്റ്റ് എതർഫ്ലെയർ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുക. അന്ന് 35 രൂപയ്ക്കാണ് ലിസ്റ്റ് ചെയ്തത്. പിന്നെ അതിൻ്റെ പ്രൈസ് കയറുകയും ഹോട്ട്ബിറ്റിലും ക്രെക്സ് 24 ലിസ്റ്റ് ചെയ്യുകയും ക്രിപ്റ്റോൻ്റെ ഒരു മൊമെൻറ്റത്തിൽ നമ്മുടെ പ്രൈസ് ഏകദേശം 500 രൂപയ്ക്ക് മുകളിലേക്ക് എത്തുകയും പിന്നെ ക്രിപ്റ്റോ കറൻസിക്ക് വന്ന തകർച്ച നമ്മളെയും ബാധിക്കുകയും ആ കൊറോണ സമയത്ത് നമ്മുടെ റേറ്റ് താഴേക്ക് വരികയും ചെയ്തു. അതിനുശേഷം ഏകദേശം കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് ഡിയോണക്സിൻ്റെ അനക്കം ഉണ്ടായിരുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഈ മെയ് 10 കൂടി ഡിയോണക്സ് വീണ്ടും പുനർജനിച്ചു. അത് പിന്നെ വളരെ ചെറിയ പൈസക്കാണ് ഇത് ലിസ്റ്റ് ചെയ്തെങ്കിലും ഇന്നിപ്പോൾ $10 ഒരു $10 ഏകദേശം 25,000 കോയിൻ മാത്രമാണ് നമുക്ക് ലഭിക്കുക. ആ കോയിൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബൂസ്റ്റർ പൂൾ പ്ലാനിൽ ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ബൂസ്റ്റർ പൂൾ പ്ലാനിൽ ജോയിൻ ചെയ്ത് ബർത്ത് എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാലാകാലം ഒരു വരുമാനം നമുക്ക് റീബർത്ത് ആകുന്ന സമയത്തൊക്കെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു അമേസിങ് പ്ലാനാണ് നമ്മുടെ ഒരു പുതിയ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കൂടുതലും മനസ്സിലാക്കുക, നമ്മൾ മിനിമം ഒരു $10 ഈ ഡിയോണക്സിൻ്റെ ബൂസ്റ്റർ പൂൾ പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഡിയോണക്സിൻ്റെ പ്രൈസ് വർദ്ധിപ്പിക്കും, അതോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും അസറ്റ് വാല്യൂ വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഡിയോണക്സിൻ്റെ ബൂസ്റ്റർ പൂൾ പ്ലാനിലേക്ക് സ്വാഗതം. താങ്ക് യു.